രാജ്യത്ത് അസഹിഷ്ണുത വളരുന്നുവെന്ന് ബോളിവുഡ് താരം ഷാരൂഖ് ഖാന്റെ പ്രതികരണം വന്നിരിക്കുന്നു. പുരസ്കാരങ്ങൾ തിരിച്ചു നൽകിയവരോട് ബഹുമാനമുണ്ടെന്നും ഷാരൂഖ് ഖാൻ ട്വിറ്ററിലൂടെ പ്രതികരിക്കുന്നു. വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും സന്തോഷ് ചേരുന്നു. സന്തോഷ്, എഴുത്തുകാരുടെ മാർഗം ഷാരൂഖ് ഖാൻ കൂടി സ്വീകരിക്കുന്നു, അവരുടെ നിലപാടുകളോട് സമരസപ്പെടുന്നു, പ്രതികരണങ്ങൾ വരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു അന്തരീക്ഷത്തിൽ ഷാരൂഖ് ഖാൻ മുന്നോട്ട് വയ്ക്കുന്നു ട്വിറ്ററിലൂടെ? പ്രജീഷ്, ഇന്ന് ഷാരൂഖ് ഖാൻ തന്റെ 50ാം പിറന്നാൾ ആഘോഷിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പിറന്നാൾ ആശംസിച്ചവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം നൽകിയ ട്വിറ്റർ സന്ദേശത്തിലാണ് പുരസ്കാരങ്ങൾ തിരിച്ചു നൽകുന്നതിനെ പിന്തുണയ്ക്കുന്ന കാര്യം ഷാരൂഖ് ഖാൻ നേരിട്ട് വ്യക്തമാക്കിയത്. നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ പല നയങ്ങളിൽ പ്രതിഷേധിച്ച് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കമുള്ള വിദ്യാർത്ഥികൾ സമരരംഗത്തൊക്കെ വന്നപ്പോൾ ഷാരൂഖ് ഖാൻ അതിനൊക്കെ ഒരു പിന്തുണ നൽകിയെങ്കിൽ പോലും ഇത്തരത്തിൽ ആദ്യമായാണ് പരസ്യമായി തുറന്നു പറയുന്നത്. തന്റെ ട്വിറ്ററിൽ ഷാരൂഖ് ഖാൻ തുറന്നു പറയുന്നത് രാജ്യത്ത് അസഹിഷ്ണുത വർദ്ധിച്ചു വന്നിരിക്കുന്നു, ഇതിനെതിരെ പ്രതികരിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു. സാഹിത്യകാരന്മാരും ചലച്ചിത്ര പ്രവർത്തകരും അടക്കമുള്ളവർ പുരസ്കാരങ്ങൾ തിരിച്ചു നൽകി പ്രതിഷേധം അറിയിക്കുന്നതിനെ താൻ പിന്തുണയ്ക്കുകയാണ്. മറ്റു വഴികളില്ലാത്തത് കൊണ്ടാണ് അത്തരമൊരു പ്രതിഷേധത്തിലേക്ക് പോകുന്നത്, അതിനെ താൻ പിന്തുണയ്ക്കുന്നു എന്ന് ഷാരൂഖ് ഖാൻ വ്യക്തമാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഷാരൂഖ് ഖാൻ പറയുന്നു, ആർക്കും തന്റെ പാരമ്പര്യത്തെയോ അല്ലെങ്കിൽ തന്റെ പൗരത്വ ചോദ്യം ചെയ്യാനുള്ള അവകാശം പോലുമില്ല എന്നും ഷാരൂഖ് ഖാൻ വ്യക്തമാക്കുന്നു. നേരത്തെ തന്നെ അറിയാം, ബോളിവുഡിലെ മുസ്ലിം വിഭാഗ ചലച്ചിത്ര നടന്മാർക്കെതിരെ ശിവസേന അടക്കമുള്ളവർ പലപ്പോഴും ഒരു വിമർശനവും പ്രതിഷേധവും ഒക്കെ രംഗത്തെത്തിയിരുന്നു. ആ സാഹചര്യത്തിലൊക്കെ കൂടിയാണ് ഷാരൂഖ് ഖാന്റെ പ്രതികരണം. അതിനും അപ്പുറത്ത് സാഹിത്യകാരന്മാർ, കേന്ദ്ര സാഹിത്യ അക്കാദമിയിലൊക്കെ നാം കണ്ടതാണ്, സാഹിത്യകാരന്മാരും ചലച്ചിത്ര പ്രവർത്തകരും കഴിഞ്ഞ ആഴ്ച തന്നെ ഹിന്ദി സിനിമയിലെ പ്രമുഖനായ സംവിധായകൻ തനിക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ തിരിച്ചു നൽകുകയൊക്കെ ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇതിനെ പിന്തുണച്ചുകൊണ്ട് ഷാരൂഖ് ഖാൻ എത്തിയിരിക്കുന്നത്. എന്തായാലും ഹിന്ദി ചലച്ചിത്ര ലോകത്തിലെ സൂപ്പർ സ്റ്റാർ തന്നെ ഈ പിന്തുണയുമായി രംഗത്തെത്തിയത് വലിയൊരു മാറ്റത്തിനാണ് തുടക്കമിടുന്നത്. സന്തോഷ്, മടങ്ങിയെത്താം. സന്തോഷിലേക്ക് തന്നെ തിരികെ എത്താം. ശ്രീ കുഞ്ഞിക്കണ്ണൻ, അവിടെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കടന്നു പോകുമ്പോൾ വലിയ തോതിൽ ഇന്ത്യയുടെ ഒരു അവസ്ഥയാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടത്. ഷാരൂഖ് ഖാൻ കൂടി ഭക്ഷണത്തിൽ കൊണ്ടുവന്ന രാഷ്ട്രീയം, അതിനോട് സാംസ്കാരിക മേഖലയിൽ നിന്ന് വന്ന വലിയ പ്രതിഷേധം, പ്രതികരണങ്ങൾ, ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ ഷാരൂഖ് ഖാനെ പോലെയുള്ള ഇന്ത്യ വളരെ ഔന്നത്യത്തോടു കൂടി കാണുന്ന ഒരു കലാകാരൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത്. അത്രത്തോളം അരക്ഷിതാവസ്ഥയിലൂടെയാണ് രാഷ്ട്രം കടന്നു പോകുന്നത്. എന്താ സഹതാപം അറിയിക്കുന്നു ഇത്തരം പ്രതികരണങ്ങൾക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആർക്കാണ് അസഹിഷ്ണുതയുള്ളത്? നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നു, അതിനെ സഹിക്കാൻ കഴിയുന്നില്ല പലർക്കും. ആ അസഹിഷ്ണുതയല്ലാതെ വേറെ ഒരു സംഭവം ഈ നരേന്ദ്രമോദി ഭരണം കൊണ്ട് ഏത് കാര്യത്തിലാണ്? പുരസ്കാരം തിരസ്കരിക്കുന്നവരൊക്കെ അനന്തമൂർത്തിയുടെ ഗണത്തിൽപ്പെട്ട ആൾക്കാരാണ്. അനന്തമൂർത്തി പറഞ്ഞല്ലോ, യു ആർ അനന്തമൂർത്തി, മോദി അധികാരത്തിൽ വന്നാൽ ഞാൻ ഈ രാജ്യത്ത് ജീവിക്കില്ല എന്ന് മോദി അധികാരത്തിലെത്തുന്നതിന് മുമ്പേ പറഞ്ഞതാണ്. ആ ഗണത്തിൽപ്പെട്ട കുറേ ആൾക്കാർ ഇപ്പോൾ പുരസ്കാരം തിരിച്ച് നൽകുന്നു എന്ന് പറയുന്നു. എന്തിനു വേണ്ടി? കർണാടകത്തിലെ കുൽബർഗിയെ കൊന്നത്, അതിൻ്റെ പ്രതികളെ ഇന്നേവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. മഹാരാഷ്ട്രയിൽ പൻസാരെ മരിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ്. എന്തടിസ്ഥാനത്തിലാണ് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ഒരു ആയുധമായി ഈ വക കാര്യങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ശ്രീ കുഞ്ഞിക്കണ്ണ, ഇതൊക്കെ തന്നെ പറയുമ്പോൾ കണ്ടടച്ച് നമ്മൾ ഇരുട്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകരുത്. കാരണം ഇവിടെ വാജ്പേയി സർക്കാർ ഭരിച്ചിട്ടുണ്ട്, 5 കൊല്ലം പൂർത്തീകരിച്ചിട്ടുണ്ട്. UPA സർക്കാർ അടക്കം ഭരിച്ച ഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ പ്രതികരിക്കാൻ എഴുത്തുകാർ മുന്നോട്ട് വന്നിട്ടില്ല. ഉദാഹരണങ്ങൾ സഹിതം നമ്മൾ മുന്നോട്ട് വെക്കേണ്ട സാഹചര്യത്തിൽ ഇത്തരം വസ്തുതകളെ മാറ്റിവെച്ച് അതിനോടൊരു പ്രതികരണം പോലും ഉത്തരവാദിത്തപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. 40ഓളം എഴുത്തുകാർ, അതും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ, വെറും എന്തായാലും പ്രാദേശിക എഴുത്തുകാരല്ലല്ലോ. ഇവരൊക്കെ ഇങ്ങനെ പ്രതികരിക്കണമെങ്കിൽ ഇവർക്ക് എന്തേ പ്രത്യേക അജണ്ടയുണ്ട്? തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ അജണ്ട വളരെ ആസൂത്രിതമായി നടപ്പാക്കുകയാണ് അവർ. ഈ വാജ്പേയി ഭരണത്തിൻ്റെ സമയത്തൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞില്ലേ? അന്നത്തെ ആയുധം എന്ന് പറയാൻ ക്രിസ്ത്യാനികൾക്ക് രാജ്യത്ത് രക്ഷയില്ല. മധ്യപ്രദേശിലെ പ്രശ്നം, ഗോവയിലെ പ്രശ്നം, കർണാടകത്തിലെ പ്രശ്നം, ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് BJP വിരുദ്ധരായിട്ടുള്ള ആൾക്കാരാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ, ദിഗ്വിജയ് സിംഗ് ആയിരുന്നു അന്ന് മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി. ആ പിടികൂടപ്പെട്ട ആൾക്കാരെല്ലാം ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ. കന്യാസ്ത്രീകൾക്കെതിരെ നടന്ന ആക്രമം UP മുലായം ഭരിക്കുന്ന സമയത്ത്
വാജ്പേയി പ്രധാനമന്ത്രി. ആ സമയത്തുണ്ടായ സംഭവത്തിനും വാജ്പേയി രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ സ്കൂളുകൾ അടച്ചിട്ട് പ്രകടനം നടത്തിയ കാഴ്ച നമ്മൾ കണ്ടു. അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തനിയെ കെട്ടടങ്ങി. കാരണം ഇതിൽ കേന്ദ്ര സർക്കാരിന് പങ്കില്ല, സംഘപരിവാറിന് ഞാനൊരു ക്ലാരിഫിക്കേഷൻ. കാരണം അന്ന് ആ കാലഘട്ടത്തിലടക്കം താങ്കളും എന്തായാലും മാധ്യമ പ്രവർത്തന രംഗത്ത് നാഷണൽ മീഡിയയുടെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ച ദേശീയ ആംഗലേയ ഭാഷയുടെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ്. ഇവിടെ ഒരു പ്രകടമായ ഒരു അജണ്ടയുടെ ഭാഗമാണ് ദേശീയ മാധ്യമങ്ങൾക്കടക്കം ചെറു ഘടകങ്ങൾ രാജ്യത്തുണ്ടാകുന്ന സ്പന്ദനങ്ങളെ പോലും അതേ അർത്ഥത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടണമെങ്കിൽ ആ മാധ്യമങ്ങളും ഒരു അജണ്ടയുടെ ഭാഗമാണോ? ആ എഴുത്തുകാരും മാധ്യമങ്ങളുടെ ഭാഗം. ഈ മാധ്യമങ്ങൾ, ഇതിപ്പോൾ കുഞ്ഞിക്കണ്ണൻ പറയുന്ന ഈ മാധ്യമങ്ങൾ നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രവർത്തിച്ചു, വലിയ തോതിൽ നരേന്ദ്രമോദിയെ മുന്നോട്ട് വെച്ച് അവതരിപ്പിച്ച മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങൾ ഒരു അജണ്ടയുടെ ഭാഗമാകുന്നു. അതാണ് ഈ ഷാരൂഖിന്റെ പ്രതികരണങ്ങളെയും ഈ എഴുത്തുകാരുടെ പ്രതികരണങ്ങളെയും കാണേണ്ടത് എന്ന് കുഞ്ഞിക്കണ്ണൻ പറയുന്നുണ്ടെങ്കിൽ അതിന് മറുപടി താങ്കൾ. ഈ ആർക്കാണ് എന്താ അജണ്ടയുള്ളത്? ഈ ആദ്യം തന്നെ ശ്രീ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു ഇടതിൻ്റെ അജണ്ട എന്ന് പറഞ്ഞു. അത് പോട്ടെ, ഏതായാലും കോൺഗ്രസിൻ്റെയോ UPAയുടെയോ അജണ്ടയാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല, സന്തോഷം. അല്ല, ഇടതിൻ്റെ അജണ്ട എന്ന് പറയും. ഇത് ആരും ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് ചെയ്ത കാര്യമൊന്നുമല്ല. ജനം ഇപ്പോൾ ഒന്നുകൂടി ശ്രീ പ്രതീക്ഷ ചൂണ്ടിക്കാണിച്ചല്ലോ. മുൻപ് NDA ഗവൺമെൻറ് ഭരിച്ചു. ആദ്യത്തെ ഒരു 13 ദിവസത്തിന് ശേഷം പിന്നെ ഒരു 60 മാസവും ശ്രീ വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ത്യ ഭരിച്ചു. അന്ന് ഈ പറഞ്ഞ പോലെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ പിന്നെ മധ്യപ്രദേശിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ആദിവാസി മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന മിഷനറി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് കന്യാസ്ത്രീകൾക്കൊക്കെ എതിരായിട്ടുള്ള അക്രമങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ തന്നെ ആദിവാസി മേഖലയിലൊക്കെ ഉണ്ടായിരുന്നു. മതപരിവർത്തനം നടത്തുന്നൊക്കെയുള്ള ആക്ഷേപം ഉണ്ടായി. അതൊക്കെ ഈ പറഞ്ഞ പോലെ താനെ കെട്ടടങ്ങുകയും ചെയ്തു. ഇതല്ല. ഈ കഴിഞ്ഞ ഒരു വർഷം 1-2 മാസത്തിനിപ്പുറം 10-15 മാസങ്ങൾക്കുള്ളിൽ ഈ സർക്കാർ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് അസഹിഷ്ണുതയുടെ പാരമ്യത്തിലെത്തി നിൽക്കുന്നു സംഘപരിവാർ ഘടകകക്ഷികളും അവരുടെ നിലപാടുകളും. അപ്പോൾ അത് സഹിക്കാൻ കഴിയാത്ത ഈ നാട്ടിലെ ജനസമൂഹം സ്പോണ്ടേനിയസ് ആയിട്ട് അവർ റിയാക്ട് ചെയ്യുകയാണ്. അത് ആരുടെയും പ്രത്യേകമായ ഒരു നിർദ്ദേശത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള മോബ്, പിന്നെ ഫ്ലാഷ് മോബോ അതൊന്നും അല്ല, അതൊന്നും അല്ലല്ലോ. ഇത് ആ പ്രത്യേകമായ ഒരു അജണ്ടയല്ല. അതേസമയം ഈ ഒരു തീവ്രവാദ ഈ മത സഹിഷ്ണുത നിലനിർത്താൻ കഴിയാത്ത ആ ഒരു സംഘപരിവാർ അജണ്ടയ്ക്കെതിരായിട്ടുള്ള സ്പോണ്ടേനിയസ് റിയാക്ഷനായിട്ട് വേണം ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. അവാർഡുകൾ വാങ്ങുകയോ തിരിച്ചു കൊടുക്കുകയോ ഒക്കെ അതിന് പല അഭിപ്രായങ്ങളുണ്ടാകും. എന്ന് പറഞ്ഞാൽ അവാർഡ് കൊടുത്തത് BJP സംഘപരിവാർ ഒന്നുമില്ല. കേന്ദ്രം അവാർഡ് കൊടുത്തെങ്കിൽ അല്ലെങ്കിൽ സർക്കാർ കൊടുത്തെങ്കിൽ അത് ജനങ്ങളുടെ അവാർഡ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഒരു പക്ഷേ ഉണ്ടാകാം. കാരണം ആ കാലഘട്ടമൊക്കെ പരിശോധിച്ചാൽ BJP കാലഘട്ടമല്ല. പക്ഷേ അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ചോദിച്ച ആ ചോദ്യത്തിലെ ഉത്തരത്തിലേക്ക് എനിക്ക് വരാൻ പറ്റില്ല, ക്ഷമിക്കുക. മാധ്യമങ്ങളുടെ അജണ്ടയെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഈ കഴിഞ്ഞ മെയ്യിൽ നടന്ന ഇപ്പോൾ കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2014 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ രാജ്യത്തൊരു വലിയ മാറ്റം വരാൻ പോകുന്നു എന്നും അത് പിന്നെ നരേന്ദ്രമോദി ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വലിയ ഒരു ദേശീയ രാഷ്ട്രീയം ആകപ്പാടെ മറിഞ്ഞ് പുതിയൊരു പ്രതീക്ഷ ഉണ്ടാകുമ്പോൾ എന്നൊക്കെയുള്ള അതിന് തിരികൊളുത്തത് തന്നെ മാധ്യമങ്ങളാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ദേശീയ മാധ്യമങ്ങൾ നമ്മൾ കണ്ടതാണ്. ചാനലുകളൊക്കെ മത്സരിച്ച് സർവേ നടത്തി NDA വരും BJP വരും 3-2 ഭൂരിപക്ഷം കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ കുറേയൊക്കെ അത് ശരിയായിരുന്നു. പക്ഷേ അപ്പോൾ അതിനും അങ്ങനെ ഒരു അജണ്ട, അപ്പം BJP അധികാരത്തിലേറ്റാൻ വേണ്ടി ഒരു അജണ്ടയിലായിരുന്നോ മാധ്യമങ്ങൾ? അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഇപ്പോൾ എന്തെങ്കിലും എതിർത്ത് പറയുമ്പോൾ അത് അതിൽ വലിയൊരു വിയോജിപ്പും വൈരുദ്ധ്യം കൂടിയുണ്ട്. ശ്രീ കുഞ്ഞിക്കണ്ണൻ ചെറിയ തോതിലൊരു മറുപടി പറയണം. കാരണം ഇടവേളയിലേക്ക് പോയ ശേഷം നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകണം. അവിടെ അദ്ദേഹം പറഞ്ഞതിന് മറുപടി എന്ന് പറഞ്ഞാൽ അന്നത്തെ മാധ്യമങ്ങളല്ല, മാധ്യമ പ്രവർത്തകരാവണമെന്നില്ല ഇന്നിപ്പോൾ ചെയ്യുന്ന ആൾക്കാർ. ഇന്നിപ്പോൾ എന്താണ് ഇപ്പോൾ അസഹിഷ്ണുത എന്ന് പറഞ്ഞാൽ ആർക്കാണ്, എന്തിനാണ്, എവിടെയാണ്? ഈ സംഘപരിവാറിന് എന്തിനാണ്? ഇപ്പം ദാദ്രി സംഭവം സംഘപരിവാറിൻ്റെ ഏത് ഘടകമാണ് അവിടെ പ്രവർത്തിച്ചത്? കർണാടകത്തിൽ ഗുൽബർഗിയുടെ കാര്യത്തിൽ ഏത് സംഘപരിവാറിൻ്റെ അജണ്ടയാണ് അവിടെ പ്രവർത്തിച്ചത്? എന്തുകൊണ്ട് പ്രതികളെ പിടിക്കുന്നില്ല? 2 മാസമായി ഈ ഗുൽബർഗി കൊല്ലപ്പെട്ടിട്ട് എന്തുകൊണ്ട് കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ പ്രതികളെ പിടിക്കുന്നില്ല? ഉണ്ടാകാതിരിക്കുക ഉണ്ടാക്കിയത്